لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ സഹോദരിമാരെ പഠിച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി മുവഹ്ഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ മുവഹ്ഹിദീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസം തൊട്ടടുത്ത നിമിഷങ്ങളെന്നോണം നമ്മുടെ കയ്യിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്.
വിവിധങ്ങളായ ദുനിയാവിന്റെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. പരിശുദ്ധ റമദാൻ മാസം കടന്നു വരുമ്പോ എന്ത് പ്ലാനിംഗ് ആണ്, എന്ത് ശ്രദ്ധയാണ് ആ റമദാൻ ജീവിക്കുന്നത്, ആ റമദാനിലെ ഓരോ ദിവസങ്ങളും ചെലവഴിക്കുന്നത്, ആ റമദാനിൽ സമ്പത്ത് ചെലവഴിക്കുന്നത്, ആ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ആ റമദാനിൽ ദിക്റുകൾ ചൊല്ലുന്നത്, ആ റമദാനിൽ എന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ, ആ റമദാനിൽ അതിലേറെ എന്റെ ഫർദ് നിസ്കാരങ്ങൾ, ഇവിടെയൊക്കെ ഞാൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന ഒരു ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതില്ലേ? ഈ നിലയെക്കുറിച്ച് ചിന്തിക്കേണ്ട വളരെ ഗൗരവ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളുടെ പ്ലാനിംഗും റമദാനിൽ ജീവിക്കണമെന്ന അതിയായ ബുദ്ധിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. ഇന്നും വേഗമായി എത്ര ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾ ആ പേപ്പറിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരിച്ചു വിളിച്ചിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി ജീവിക്കാനുള്ള അവസരം ഒരുപക്ഷെ ഇന്ന് ഈ സമയം വരെ, അതല്ലെങ്കിൽ നാളെ വരെ, അല്ലാഹു കണക്കാക്കിയ സമയം വരെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെയാണ് റമദാനിനെ കുത്തുന്നവരായി നമ്മൾ മാറണം. റമദാനിൽ ജീവിക്കാൻ, റമദാൻ മാസത്തിൽ ഒന്ന് സമയം ചെലവഴിക്കാൻ, ആ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കാൻ, ആ റമദാൻ മാസത്തിലെ നിമിഷങ്ങളിലൂടെ ഒന്ന് ചെലവഴിക്കാനൊക്കെയുള്ള അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണം. മുൻഗാമികളെ കുറിച്ച് വായിക്കുമ്പോൾ റമദാൻ കഴിഞ്ഞ 6 മാസങ്ങളിൽ അവർ റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നു. എന്താണ് റബ്ബിനോട് ദുആ ചെയ്യുക? റബ്ബനാ തഖബ്ബൽ മിന്നാ ഖിയാമനാ വഖിയാമനാ വറുഖൂഅനാ വസുജൂദനാ വസാഇരി അഅ്മാലിനാ. അവർ പ്രാർത്ഥിക്കും റബ്ബിനോട്, റബ്ബേ ഞങ്ങൾ റമദാനിൽ കുറേ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, സദഖകൾ കൊടുത്തു, ഖുർആൻ പാരായണം ചെയ്തു, റുകൂഉം സുജൂദും ചെയ്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു, അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. 6 മാസത്തോളം അവർ ആ ദുആയിലായിരുന്നു. റബ്ബേ സ്വീകരിക്കണേ, കബൂൽ ചെയ്യണേ, പരിഗണിക്കണേ. എന്നാലോ ആ 6 മാസം കഴിഞ്ഞാൽ അവരുടെ ദുആ എന്താണെന്ന് അറിയോ? അടുത്ത 6 മാസം അവർ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ അടുത്ത റമദാനിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അടുത്ത റമദാനിൽ ജീവിക്കാൻ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഒരു കൊതിയായിരുന്നു, അവരുടെ ആഗ്രഹമായിരുന്നു. സഹോദര, ആത്മാർത്ഥമായിട്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചേ, റമദാനിൽ ജീവിക്കാനുള്ള ഒരു കൊതി ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. റമദാനിൽ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നോ? ചില ആൾക്കാർ ഉച്ചക്ക് ഫുഡ് കഴിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പൊ എത്ര ദിവസം ഉച്ചക്കലത്തെ ഫുഡ് അല്ലേ? ഉച്ചക്ക് ഇങ്ങനെ മീൻ അല്ലേ, വൈകുന്നേരത്തിന് ചായ കഴിക്കാരന്മാരൊക്കെ കുടിച്ചപ്പോ പറഞ്ഞു, ഇനിയിപ്പോ എത്ര ദിവസം, ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ ഇത് നടക്കൂലല്ലോ. ഉച്ചക്കലത്തെ ചോറ് ഭാര്യയോട് പറഞ്ഞത്, ഇപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ ഉച്ചക്കലത്തെ ഭക്ഷണം ഇല്ലല്ലോ, ഇപ്പൊ ചോറ് 2 മാസം കഴിയണ്ടേ. ഇങ്ങനെയുള്ള നമുക്ക് ഒരു ഭാരമായി പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൊതിയല്ല, ഒരു ഭാരമാണ്. റമദാൻ എന്ന് പറഞ്ഞത് ഒരു ഇടങ്ങേറങ്ങാൻ കൂടുന്ന ഒരു മാസം, ഒരു പ്രയാസം കൂടുന്ന മാസം. സഹോദരങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. എന്നാലോ ആ റമദാനിൽ ജീവിക്കണം എന്ന അതിയായ മോഹം ഏതുപോലെയാ ദേഹം വേണ്ടത് അറിയോ? അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഒരു മനുഷ്യൻ വരുന്നുണ്ട്, ഒരു അറാബിയിൽ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഫആമന ബിഹി വതബഅഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് വിശ്വസിക്കുന്നു, ആ പ്രവാചകനെ പിൻപറ്റുന്നു. ആ മുഖമൊക്കെ ആ മനുഷ്യൻ കടന്നു വരികയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പ്രവാചകനെ താങ്കളുടെ കൂടെ ഹിജ്റ പോകാൻ ഞാൻ ഒരുക്കമാണ്, ഹിജ്റ പോകാൻ ഞാൻ ഒരുക്കാണ്.
താങ്കൾക്ക് വസീയത്ത് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കൈ കൊടുത്ത് അദ്ദേഹത്തെ വസീയത്ത് ചെയ്ത് മുസ്ലിമായി ആ മനുഷ്യൻ. എന്നാലോ യുദ്ധം കഴിഞ്ഞ സാഹചര്യത്തിൽ അല്ലാഹു റസൂല് ഗനീമത്ത് സ്വത്ത് വീതം വെച്ചപ്പോ സമ്പത്ത് വീതം വെച്ചപ്പോ അതിലൊരു പങ്ക് ഈ മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കുകയാ, സഹാബത്തിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാ. ഗനീമത്ത് സ്വത്താണ്, സ്വർണമാണ്, വെള്ളിയാണ്, ദീനാറാണ്, ദിർഹമാണ്, സമ്പത്താണ്, ദുനിയാവിന്റെ കാര്യങ്ങളാണ്. ഈ മനുഷ്യന് കൊടുത്തു വിടുകയാണ്. ഈ മനുഷ്യൻ ഈ സമ്പത്ത് കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം? എന്താണ് ഇതെന്താണെന്ന് ചോദിക്കുന്നത്. സഹാബത്ത് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല് ഗനീമത്ത് സ്വത്ത് വീതം വെച്ചപ്പോ നിങ്ങൾക്കുള്ള മുതല ആ മനുഷ്യൻ ആ ഗനീമത്ത് സ്വത്ത് വാങ്ങി എന്നിട്ട് ആ ഗനീമത്ത് സ്വത്തും കൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ഈ മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലേ, അറാബികൾക്ക് മര്യാദകളൊക്കെ ഒരു ഗ്രാമത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവര് പറയാ എന്നാ വിളിച്ചത്, ഏ മുഹമ്മദേ എന്താണിത്? എന്താ ഇത് ഈ കൊടുത്തയച്ചേക്കണ എന്താണ് എന്നിങ്ങനെ ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത് ഗനീമത്തിന്റെ സ്വത്ത് വീതം വെച്ചപ്പോ താങ്കളുടെ വീതമാണ്. തന്റെ വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് സക്കാത്തിന്റെ കൊടുത്തയച്ചപ്പോ സക്കാത്ത് വീതം വെച്ചപ്പോ നമ്മുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചപ്പോ ആ സക്കാത്തിന്റെ മുതലായിട്ട് വന്നിട്ട് ഞാനിതിന് അർഹനല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥകൾ ആലോചിക്കുകയെ. അങ്ങനെയൊക്കെ ഈമാൻ, അത്രയൊക്കെ ഈമാൻ അല്ലെ ഉണ്ടാകുന്ന സാഹചര്യം എനിക്കിത് വേണ്ട. കാരണം അൽഹംദുലില്ലാഹ് എനിക്ക് സക്കാത്ത് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ള ഈമാൻ എത്ര കിട്ടിയാലും പോരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും സമൂഹത്തിലുള്ളത്. അവിടുന്ന് ഈ മനുഷ്യൻ പറയാ എനിക്ക് സമ്പത്തൊന്നും വേണ്ട, അത് ആഗ്രഹിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളൊന്നുമല്ല ഞാൻ. പിന്നെന്താണെന്നറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ സമ്പത്ത് കൊടുത്തിട്ട് അദ്ദേഹം പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞു ഞാൻ കടം വെച്ചിയതിന്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം പറയാ ഞാൻ പിന്നെ ഈ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നു പറയൂ. ഇസ്ലാമിലായതുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോ എന്റെ ശരീരത്തിലേക്ക് വന്ന് തറത്തണം. ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കാണോ അദ്ദേഹം തന്റെ തൊണ്ടക്കുഴി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ തൊണ്ടക്കുഴിയിലേക്ക് ഈ തൊണ്ടക്കുഴിയിലേക്ക് തറത്തറണം. എന്നിട്ട് ഞാൻ മരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാ അങ്ങനെ ഞാൻ മരിച്ചിട്ട് ആ കാരണം ധനന്റെ പൂതി, ധനന്റെ ആഗ്രഹം ഈ മനുഷ്യൻ പറയാ. ഒന്ന് ആലോചിച്ചു, ഈ മനുഷ്യൻ പറയാ. അല്ലാഹുവിന്റെ റസൂൽ കേട്ടപ്പോ അവിടുന്ന് പറഞ്ഞു നീ സത്യമാണ് പറഞ്ഞെങ്കിൽ താങ്കൾ സത്യമാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹു താങ്കളെ സത്യപ്പെടുത്തട്ടെ. താങ്കളുടെ കൂടി ആത്മാർത്ഥാണെങ്കിൽ അള്ളാഹു താങ്കളെ ആ നിലക്ക് മരിക്കട്ടെ. സഹോദരങ്ങളെ, കുറച്ചു നേരം കഴിഞ്ഞു ശത്രുക്കൾ ഏറ്റുമുട്ടലുണ്ടായി. ഈ മനുഷ്യൻ ശത്രുക്കളുടെ അടുക്കലേക്ക് എടുച്ചാടുകയാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുവരുന്നുണ്ട്. ആ മനുഷ്യന്റെ പ്രത്യേകത, ആ മനുഷ്യന്റെ കുടിയിൽ അമ്പ് തറച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ മരണത്തെ പറ്റി നേരത്തെ പറഞ്ഞിയാണോ? സഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതേ ആ മനുഷ്യൻ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു അദ്ദേഹം സത്യപ്പെടുത്തി, അല്ലാഹുവേയും സത്യപ്പെടുത്തിയിരിക്കുന്നു. ആ മനുഷ്യന്റെ കുതി ആഗ്രഹം ഈ നിലയിൽ റമളാനിൽ ഷഹീദൊന്നും ആവണ്ട.
റമദാനിൽ ജീവിക്കണം എന്ന് ഈ നിലനില മനസ്സുകൊണ്ട് ആലോചിച്ചു. ഈ നിലക്ക് ആ റമദാനിൽ ജീവിക്കാൻ കഴിയണം എന്ന് ഇങ്ങനെ ആ ആത്മാർത്ഥത കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് അദ്ദേഹത്തിന് കഫൻ ചെയ്യാൻ വേണ്ടി സ്വന്തം കൊടുത്തു. അദ്ദേഹത്തിന്റെ മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് അവിടെ നമസ്കരിക്കുകയാണ്. സഹാബത്ത് പറയുന്നുണ്ട്, ഒരു മയ്യത്ത് അല്ലാഹുവിന്റെ റസൂല് മുമ്പിൽ വെച്ചുകൊണ്ട്. രണ്ടു ആൾക്കാർ ഉറങ്ങണം. എഴുന്നേറ്റ് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങാൻ വേണ്ടി നോക്കി വരേണ്ട ആവശ്യമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലേ ഉറങ്ങാനായിട്ട് വരുന്നവരുടെ ഉറക്കം തന്നെ. ഉറങ്ങൂലെന്നുള്ള മനുഷ്യർക്ക് ഉറങ്ങൂല. നമ്മൾ സൗകര്യം ചെയ്ത് അങ്ങനെ ഉറങ്ങാൻ നിൽക്കാം. സഹോദരങ്ങൾ നിസ്കരിക്കുമ്പോൾ ഉറങ്ങാറുണ്ടോ? ഇല്ല. ഇബാദത്താണ് ഉറങ്ങരുത്. സ്നേഹമുള്ളത് കൊണ്ട് പറയണം. ആ മനുഷ്യനെ തന്റെ കൊടുത്ത് അവിടെ മയ്യത്ത് മുമ്പിൽ വെച്ച് അവിടെ നമസ്കരിച്ചു. ഒരു മയ്യത്തിന് അല്ലാഹുവിന്റെ റസൂല് ആ മയ്യത്തിനെ വെച്ച് കയ്യിൽ കെട്ടുമ്പോ, ആ പ്രവാചകൻ കയ്യിൽ കെട്ടുമ്പോ ഞങ്ങൾ കുളിക്കാറുണ്ട്. ആ മയ്യത്ത് ഞങ്ങളായിരുന്നു, ആ മയ്യത്ത് ഞങ്ങളായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ കുടിക്കാറുണ്ട്. കാരണം ഒരു മയ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു കൊടുക്കും. കാരണം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ. ഞങ്ങൾ കുതിക്കാറുണ്ട്, ആ മയ്യത്ത് ഞങ്ങളായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ കുതിച്ചു പോകാറുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല, അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, അല്ലാഹുവേ തീർച്ചയായും നിന്റെ അടിമയാണ്, നിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവനാണ്, ഷഹീദായി കൊണ്ട് മരണപ്പെട്ടവനാണ്. ഈ മനുഷ്യന്റെ മേൽ ഞാൻ സാക്ഷിയാണല്ലാ, ഈ മനുഷ്യൻ ആത്മാർത്ഥതയുള്ളവനാണ് എന്ന് ഞാൻ സാക്ഷിയാണ്. പ്രഖ്യാപിച്ചതുപോലെ ജീവിതത്തിൽ അവസാനം റസൂല് ആ മനുഷ്യന് സാക്ഷ്യം വഹിക്കുകയാണ്. ആലോചിക്കുക, ആത്മാർത്ഥമായ നമുക്ക് റമദാനിൽ ജീവിക്കാൻ നമുക്കുണ്ടായിരിക്കണം. റമദാനിൽ ജീവിക്കാൻ നമുക്കുണ്ടായിരിക്കണം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, അല്ലാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇസ്തഅമലഹു, അവനെ അല്ലാഹു പ്രയോജനപ്പെടുത്തും. അല്ലാഹു അവന് അവസരങ്ങൾ കൊടുക്കും. അല്ലാഹു അവനെ അമൽ ചെയ്യാൻ വേണ്ടി പ്രയോജനപ്പെടുത്തും. സഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, മരണത്തിന് മുമ്പ് സൽകർമ്മം ചെയ്യാനുള്ള നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും. നമ്മുടെ നിയ്യത്ത് മാറ്റിയിട്ട് കാര്യമില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാല് അതിങ്ങനെ ചൊല്ലി പറയുന്ന കാര്യമല്ലല്ലോ. ഞാൻ എന്റെ നിയ്യത്ത് മാറ്റിയിരിക്കുന്നു, ഈ വരുന്ന റമദാനിൽ അല്ലാഹുവേ ജീവിക്കാൻ അവസരം എനിക്ക് തരണേ ഒരാള് ഒരു 100 വട്ടം പറഞ്ഞ കാര്യമില്ല. അതല്ല നിയ്യത്ത്. ഇവിടുന്ന് ഇതിന്റെ ഉള്ളിലെ അതിന്റെ മാനസിക രോഗങ്ങളുണ്ട്, ശാരീരിക രോഗങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, ജീവിതത്തിലും വിവിധങ്ങളായ ഭാഗങ്ങളുണ്ട്, കച്ചവടങ്ങളുണ്ട്, എല്ലാമുള്ള ഉടങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ അതിൽ കുടുങ്ങുന്നുണ്ട് എന്ന് ശ്രദ്ധപ്പെടുത്തുന്നത്. വെറുതെ ഇങ്ങനെ കുറെ പറയാം, എനിക്ക് റമദാനിൽ ജീവിക്കണം, അതിലർത്ഥമില്ല. അതിലെന്ത് മാറ്റം എന്റെ ജീവിതത്തിലുള്ള, അതിലെന്ത് തയ്യാറെടുപ്പ് എന്റെ ജീവിതത്തിലുള്ള, അതാണ് വളരെ പ്രധാനപ്പെട്ട. പങ്കെടുക്കാൻ കൊതിനെ കുറിച്ചാ പറയണേ. നമ്മൾ ഇന്ന് ഹുത്ബ കേട്ട് അങ്ങനെ പോകുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാകേണ്ട റമദാനിൽ ജീവിക്കാൻ കൊതി ഉണ്ടാവും.
ഭാര്യന്റെ അടുത്ത് പറയുന്നു നമ്മൾ വീട്ടിൽ ഒരുങ്ങണം അല്ലേ, വീട്ടിൽ ഒരുങ്ങണം. വീട്ടിൽ മാത്രമല്ല റമളാനിൽ എത്ര ഉറപ്പിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. റമളാനിൽ ഞാൻ കാരണം എത്ര മിസ്കീന്റെ വീട്ടിൽ ഭക്ഷണം എത്തണമെന്ന് നമ്മൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരുക്കം എന്ന് പറഞ്ഞാലേ നമ്മളിങ്ങനെ ലാഭിക്കായിട്ടിരിക്കാതല്ല. റമളാനിലെ ബഡ്ജറ്റ് നാം എങ്ങനെയാണ് ക്രമീകരിക്കുക, എനിക്ക് സ്വതക്ക എത്ര കൊടുക്കാൻ തവണ കഴിഞ്ഞ പ്രാവശ്യം 50,000 രൂപ ഞാൻ സ്വതക്ക കൊടുക്കുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം 1,00,000 രൂപ സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഈ റമളാനിന്റെ കൂലികളെ മക്കളോടൊക്കെ ഇങ്ങനെ പറയാ, അപ്പൊ എന്റെ പണ്ട് ഈ കച്ചവടമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്ന മക്കളും വാപ്പൂടെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യാ, അപ്പൊ ഇത്തവണ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ ഇത്തവണ ഇങ്ങനെ ഒരു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒക്കെ നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഷെയർ ചെയ്യുക. കാരണം ആരെപ്പോ റമദാനിൽ ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. ജീവിച്ചില്ലെങ്കിലും ഈ കൊടിയ വാഗ്ദാനങ്ങളും ഒക്കെ മറ്റുള്ളവർക്കും അവരുടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇഷ്ടങ്ങളും ഇവിടെ പൂർത്തീകരിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളുടെ വെളിച്ചം ഖബറിൽ ആസ്വദിക്കാൻ സഹോദരങ്ങളെ പറ്റും. അതാണ് നന്മകളൊക്കെ അങ്ങോട്ടും ഷെയർ ചെയ്യാം. ജാബർ പിള്ളേര് പറയാ, ഞാനിങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുമ്പോ പറഞ്ഞു, മോനെ നീ പോകല്ലേ, പോകാമെന്ന് പറഞ്ഞ് പങ്കെടുത്തു. അദ്ദേഹം ഷഹീദായി. വാപ്പ എന്നെ വിട്ടില്ല, കാരണം 9 സഹോദരിമാരാണുള്ളത്, 9 അനിയത്തികളും 9 അനിയത്തിമാരാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എന്റെ വാപ്പ പറഞ്ഞു, അവരെ നോക്കിക്കൊണ്ട് നീ ഇവിടെ ഇരിക്കും. വാപ്പ അങ്ങനെ പോയി. ജാബർ റളിയല്ലാഹു വീട്ടിൽ വരുന്നുകൊണ്ടിരിക്കുകയാണ്. വന്നുകൊണ്ട് ജാബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ തടഞ്ഞത് ഇതാണ്, കാരണം എനിക്ക് പോകാൻ എന്തായിരുന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ജാബർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ലഅല്ലക ഉജിർത ഫീ ദാലിക ലക അജ്റു മൻ ഖറജ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, താങ്കൾക്ക് ആ യുദ്ധത്തിൽ പുറപ്പെട്ട ആളുകൾക്കുള്ള പ്രതിഫലമുണ്ട്, താങ്കൾക്ക് ആ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പ്രതിഫലമുണ്ട്. ആലോചിച്ച് യുദ്ധത്തിൽ പോയിട്ടില്ല, വീട്ടിലായിരുന്നവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവിടെ ചെലവഴിച്ച നിമിഷങ്ങൾ പോലും യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ കൂലിയുണ്ട് എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് പോകാനുള്ള അതിയായ ആഗ്രഹമായിരുന്നു, പോകാനുള്ള ആഗ്രഹം, റമളാനിൽ ജീവിക്കാനുള്ള ആഗ്രഹം അല്ലേ. റമളാനിന്റെ തൊട്ട് മുമ്പ് അല്ലെ നിലാവ് കാണുന്നതിന് മുമ്പ് മരിച്ചാലും ഒരുപക്ഷെ അല്ലാഹ് കൂലി രേഖപ്പെടുത്തും. റമളാനിൽ ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യന്റെ കൂലി രേഖപ്പെടുത്തുമെങ്കിലോ എത്ര വലിയ ഭാഗ്യമായിരിക്കും. അതുകൊണ്ട് എന്താ ഉണ്ടാവേണ്ടതെന്ന് അറിയോ, ഈ ഹൃദയത്തിൽ ആത്മാർത്ഥമായ കൊതി ഉണ്ടാവണം. അല്ലാഹുവേ ജീവിക്കാൻ തൗഫീഖ് നൽകണമെന്ന് നമ്മൾ നിലനിൽക്കണം. കുടുംബത്തിന് പങ്കുവെച്ചു കൊടുക്കണം. റമളാൻ ആയിട്ടാണെങ്കിൽ ഒരു കാര്യമില്ല. റമളാനിന് നമ്മുടെ മനസ്സിൽ നന്നായിട്ടുണ്ടാകണം. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇദാ മരിയൽ ഒരു അടിമയുണ്ടല്ലോ, അവന് രോഗം വന്നു, അതല്ലെങ്കിൽ അവനൊരു യാത്രക്കാരനായി അവന് ഒരു തന്റെ നാട്ടിൽ ജീവിക്കുന്ന ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ആ നിലനിലുള്ള പ്രതിഫലം രേഖപ്പെടുത്തുന്നതാ. റമളാനിന് മുന്നിൽ നമ്മൾ റമളാനിന്റെ ഒന്നായപ്പോഴേക്കും എന്തൊരു രോഗം നമുക്ക് വന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലെ, നോമ്പെടുക്കാൻ പറ്റുന്നില്ല, തറാവീഹ് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല. ആകെ നമ്മളിങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഒന്നിനും പറ്റണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ളപ്പോൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ റമളാനിൽ ആ നിലനിന്ന് കൂലി രേഖപ്പെടുത്തുമെന്ന് പറയുമോ? കഴിഞ്ഞ റമളാനിൽ എന്ത് സൽക്കർമ്മങ്ങൾ നിന്റെ ആയുസ് കൊണ്ട് ചെയ്തിട്ടുണ്ടോ? ആ കൂലി രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ എത്ര വലിയ നേട്ടമാണ് നൽകുമെന്ന് പറയുന്നത്. ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തതിന്റെ അവന് ആരോഗ്യം ഉണ്ടായിരുന്നില്ല, അവനിങ്ങനെ ചെയ്യായിരുന്നു.
അവൻ യാത്രയിലല്ലെങ്കിൽ അവൻ സുബഹി കഴിഞ്ഞ പള്ളിയിൽ സജീവായിരുന്നു അല്ലേ? അതിന്റെ കൂലി പൂർണ്ണാർത്ഥത്തിലേക്ക് നമ്മൾ ആലോചിച്ച വിശ്വാസികൾക്ക് അള്ള ഒരുക്കി വന്ന നേട്ടങ്ങളുടെ മഹാപ്ലവങ്ങളാണ് ഇവിടെ കാണുന്നത്. എത്ര നേട്ടങ്ങളാണ്, പുണ്യങ്ങൾ ആത്മാർത്ഥമായ നിയ്യത്ത് കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്തുണ്ടല്ലോ, നമ്മുടെ നിയ്യത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരുങ്ങാന്നുള്ളത് റമളാനിന് വേണ്ടി കൊതിയോടുകൂടി, ആ റമളാനിൽ ജീവിക്കാനുള്ള കൊതിയോടുകൂടി ഒരുങ്ങുക. അത് കൊതിയോടുകൂടി എന്നറിയോ? ഖബറിൽ പെടുന്ന ആളുകളോട് ദുനിയാവിൽ നിമിഷം നിങ്ങൾക്ക് ജീവിക്കാൻ പറഞ്ഞാൽ ഏത് നിമിഷമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയുന്നത്രേ, റമളാനിലെ ഒരു നിമിഷം ഞങ്ങൾക്ക് തരുമോ? റമളാനിലെ ഒരു നിമിഷം ഞങ്ങൾക്ക് ജീവിക്കാൻ തരുമോ എന്ന് അവർ ചോദിക്കുമെന്ന് സലഫുകൾ രേഖപ്പെടുത്തി പോകുമ്പോൾ റമളാനുള്ള സമയമാണ് മറന്നു പോകാൻ പാടില്ല. എത്ര ഭംഗിയുള്ള, എത്ര കൂലിയുള്ള അല്ലേ? അതുകൊണ്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി ആ കൊതിച്ചും മക്കൾക്ക് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ പരീക്ഷ എഴുതിക്കുമ്പോ അപ്പാന്റെ ഉമ്മാന്റെ മനസ്സിൽ അത് കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവില്ല അല്ലേ? അതിയായ ആഗ്രഹം. ഇതുപോലെ സഹോദരങ്ങളെ, ഈ കൊതി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലാണ് ആ റമളാനിനെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ വരവേൽക്കാൻ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി കൊതിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. ما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, റമളാൻ മാസം എന്നുള്ളത് പവിത്രമായ പുണ്യങ്ങളുടെ മുഴുകാലമായ മാസമാണ്. അതിനെ പരിഗണിക്കണം. ആദ്യം പരിഗണിക്കേണ്ടത് ആ മാസം ജീവിക്കാനുള്ള അതിയായ ഒക്കെയായാണ് എന്നതാണ് ഖുത്ബയിൽ സൂചിപ്പിച്ചതിന്റെ ആകെ തുക. സഹോദരങ്ങളെ, ഞങ്ങളൊക്കെ അറബി കോളേജിൽ പഠിച്ച ആളുകളാണ്. എനിക്ക് ഇപ്പോൾ ഓർമ്മ, അറബി കോളേജിലൊക്കെ പഠിക്കുമ്പോ പല സ്ഥലങ്ങളിലും ക്ലാസ് ആക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ കോളേജ് ഞങ്ങൾ പഠിക്കാറുണ്ട്. ഞങ്ങളുടെ കോളേജിലെ ഞങ്ങളെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് പറയുമ്പോൾ പലയിടത്തു നിന്നും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കൊടുത്ത സമ്പത്ത് കൊണ്ട് ആ സമ്പത്ത് ചെലവഴിച്ച് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാൻ തൗഫീഖ് ലഭിച്ചവരാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഓരോ വാദങ്ങളും ആരെയും സേവിപ്പിക്കാൻ വേണ്ടി ഇവർ പറയുന്നില്ല. ആർക്ക് വിഷമമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ പറച്ചിലിന് ഒരു സ്ട്രോങ് ഉണ്ടാകും. കഴിഞ്ഞ സർവീസിലൊക്കെ പോയപ്പോ പലപ്പോഴും കഴിഞ്ഞു കഴിയുമ്പോ പല ഇടങ്ങളിലും നമ്മൾ കാണുന്നതാണ് പെണ്ണിനെയും ചെറുക്കനെയും അവന്റെ കൂട്ടുകാരും ഇങ്ങനെ സെൽഫി ഫോട്ടോകൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ? നട്ടലുള്ള ഒരു ഭർത്താവും താൻ മഹർ കൊടുക്കൂ ഇണയാക്കിയ പെണ്ണിന്റെ കൂടെ ഉപ്പുകാരനാകട്ടെ ആരാകട്ടെ ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കാൻ നട്ടലുള്ള ഒരു മുസ്ലിം ഭർത്താവും സമ്മതിക്കില്ല. അതാണ് സത്യം, അതാണ് ശരി. എന്നാൽ പലപ്പോഴും കാണുന്നില്ലേ? പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാർ വന്നിട്ട് പറയൂ അങ്ങനെയൊക്കെ പറയണായിരുന്നു. നമ്മൾ പറയും ആരുടെ പൈസ വാങ്ങാൻ വേണ്ടി ഫത്വ പറയണില്ല, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഇഷ്ടങ്ങളനുസരിച്ച് പറയാൻ, മറിച്ച് റബ്ബിന്റെ പ്രീതി മാത്രമാണ് അവിടെ ഉദ്ദേശിക്കേണ്ടത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടെങ്കിൽ സമ്പത്തിന്റെ ഫലമാണ്. ഞാൻ പറയുന്നു, ഞങ്ങളൊക്കെ കൊല്ലങ്ങളായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ആ സംവിധാനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച ധാരാളം വ്യക്തികളുണ്ട്. ഖബറിലൊക്കെ അല്ലേ? ഖബറിലുണ്ടാവും, മരണപ്പെട്ടവരുണ്ടാവും, ജീവിച്ചിരിക്കുന്നവരുണ്ടാവും. ഈ ഹുബയുടെ ഒരു നന്മ പോലും അവർക്ക് ചേരുന്നു എന്നതാണ് ആ പ്രതിഫലങ്ങളുടെ ആ ഒരു നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ കോളേജുകളുണ്ട്, അറബി കോളേജുകളുണ്ട്. സൽസബീൽ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ അടുത്ത സ്ഥാപനമാണ്.
അതിന് ഏകദേശം ഒരു വർഷത്തിലേക്ക് 60 ലക്ഷം രൂപയോളം ചെലവും എല്ലാ കുട്ടികളെയും ഫ്രീ ആയിട്ടാണ് ദീൻ പഠിപ്പിക്കുന്നത്. ഫ്രീ ആയിട്ട്, പൈസ വാങ്ങാണ്. ഏറ്റവും വലിയ ഏറ്റവും വലിയ അറിവ് അവരിൽ അവരുടെ ചോദിക്കൂല എന്ത് എഞ്ചിനീയർ ആവാതെ ചോദിക്കൂല, എന്ത് ഡോക്ടർ ആവാതെ അവിടെ ചോദ്യമില്ല. എന്നാൽ അള്ളാഹുവിന്റെ ചോദ്യം ഈ ചോദ്യങ്ങൾ ആധികാരികമായി പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് അറബിക് കോളേജുകൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? എത്ര പാരമ്പര്യ ലോകത്ത് വിജയിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇടങ്ങൾ അതാണ് അറബിക് കോളേജുകൾ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നും നമുക്ക് നഷ്ടമാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇത് സ്ത്രീകൾ മാത്രം പഠിക്കുന്ന അറബിക് കോളേജാണ് സെൻസബീൽ എന്ന് പറയുമ്പോൾ. ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ഒരു വീടിന്റെ വിളാണ്. ആ പെണ്ണ് നന്നായാൽ അല്ലേ, അമ്മിഞ്ഞു കൊടുക്കുന്ന ആ മറ്റടം നന്നായി കഴിഞ്ഞാൽ ഒരു കുടുംബം നന്നായി, ഒരു കുടുംബം നന്നായാൽ സമൂഹം നന്നായി, ഒരു സമൂഹം നന്നായാൽ ആ നാട് തന്നെ നന്നാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് അവിടെ കേട് വന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകണത്. ഞാൻ വിശദീകരിക്കണില്ല. അതുകൊണ്ട് കോളേജിൽ നിന്ന് നമുക്ക് നമ്മുടെ പള്ളിയിലേക്ക് ഒരു മെസ്സേജ് വന്നു, നിങ്ങളൊരു പിരിവ് ഞങ്ങൾക്ക് എടുത്തു തരണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ആ പിരിവ് അതുകൊണ്ടുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എടുക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സെൻസബിൽ അറബിക് കോളേജിലേക്കുള്ള ഒരു പിരിവ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഭാരവും നമ്മുടെ മനസ്സിൽ വേണ്ട. നമ്മുടെ കയ്യിലുണ്ടോ ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. ഞാൻ കൊടുക്കൂലെന്നാണ് തീരുമാനിക്കുന്നത്, കൊടുക്കണ്ട. നമുക്ക് നമ്മുടെ ഖബറിൽ എന്തുണ്ടോ അതാണ് നാളെ പരലോകത്തുള്ളൂ. നമുക്കാണ് ലാഭം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഈയടുത്ത് മരിച്ചൊരു വ്യക്തി അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാന് പലതും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറില്ല. അപ്പൊ ചോദിച്ചു എന്തിലൊക്കെയാണ്? ഞാൻ പള്ളികൾക്കൊക്കെ ഉള്ള അനുസരിച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. അത് പള്ളിയുടെ പിരി വന്നാലും എന്റെ മകനെ അങ്ങനെ കൊടുക്കാറുണ്ട്. അതാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്നവർ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയാം. കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടപ്പോ അങ്ങനെ ചിന്തിച്ചു പോയതാണ്. ഒരു ചെറുപ്പക്കാരനെ ഒരു നന്മയിലേക്ക് വിളിച്ചു. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കാക്ക ഞങ്ങളൊക്കെ ഒന്ന് വയസ്സാവട്ടെ, ഞങ്ങൾക്കൊന്ന് വയസ്സാവട്ടെ, നിങ്ങൾക്ക് പ്രായം ഞങ്ങളെന്ത് ചെയ്യാം, നിങ്ങളൊക്കെ പോലെ 10ാം ക്ലാസ്സിലൊക്കെ വന്നിരിക്കാം. ഗൾഫ് നാട്ടിലാണ് ആ ഒരു സംസാരം നടന്നത്. കുറഞ്ഞ നേരം കഴിഞ്ഞപ്പോ അവിടുത്തെ ശുർഷി, അവിടുത്തെ പോലീസ് ഇയാളെ വിളിക്കണം, ഈ പ്രായമുള്ള മനുഷ്യനെ വിളിക്കണം. എന്നിട്ട് നാട്ടുകാരൻ ഒരാൾ ഇവിടെ ആക്സിഡന്റ് പെട്ടിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ ശരീരം അതിങ്ങനെ ആ ഒരു സ്റ്റിയറിംഗിലേക്ക് ചേർന്ന് ഇരിക്കണ രംഗാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റും. അവിടുന്ന് ആ ബോർഡിൽ വരുമ്പോ ഇയാളുടെ മനസ്സിൽ അവൻ പറഞ്ഞ വാചകങ്ങൾ മറന്നു പോകാതെ ഉണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ ഒന്ന് രസിക്കട്ടെ കാക്ക, ഞങ്ങളൊക്കെ ഒന്ന് ആനന്ദിക്കട്ടെ കാക്ക, ഞങ്ങളൊക്കെ ഒന്ന് ജീവിക്കട്ടെ കാക്ക എന്ന് പറയുന്ന വാചകങ്ങൾ മറക്കാതെ ഈ മനുഷ്യൻ വീണ്ടും ഓർത്തിരിക്കണം. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഇതാണ് ജീവിതം, ഇതാണ് നമ്മൾ രസിക്കാമെന്നവരല്ല. നമ്മുടെ വൈബ് നിസ്കരിക്കുന്നതിലായിരിക്കണം, നമ്മുടെ വൈബ് നന്മ ചെയ്യുന്നതിലായിരിക്കണം, നമ്മുടെ വൈബ് മാതാപിതാക്കൾ നോക്കുന്നതിലായിരിക്കണം, നമ്മുടെ വൈബ് തെറ്റിൽ നിന്ന് മാറി കൊടുക്കുന്ന സന്തോഷത്തിലായിരിക്കണം, നമ്മുടെ വൈബ് നന്മയിലേക്ക് വിളിക്കുന്നതിലായിരിക്കണം. അതാണ് നമ്മുടെ വൈബ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോത്സാഹനവും നമുക്കുണ്ടാകേണ്ട സന്തോഷം അതിലായിരിക്കണം. എല്ലാ നിലത്തിലുള്ള നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണാർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാജ്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الجنه، اللهم ادخلنا الجنه، اللهم ادخلنا الجنه. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.